റോഷിപാൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റോഷിപാൽ, ഇതിൽ കൊച്ചിയുടെ കാര്യത്തിൽ വലിയ തർക്കം നിലനിന്നിരുന്നതാണ്. അവിടെ ഷിയാസിന് സീറ്റ് ലഭിക്കുന്നു, അതുപോലെ ദീപ്തി മേരി വർഗീസിന് നിരാശപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. പെരുമ്പാവൂരിലാണെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റില്ല. MP-മാർ മത്സരിക്കേണ്ട എന്ന നിലപാട് നേതൃത്വം നടപ്പാക്കിയിരിക്കുന്നു. അതിന്റെ ഭാഗമായി സുധാകരനും അടൂർ പ്രകാശിനും സീറ്റില്ല. അലോഷ്യസ് സേവ്യറിന് സീറ്റില്ല. R ചന്ദ്രശേഖരന് സീറ്റില്ല. ജോസഫ് വാഴയ്ക്കന് സീറ്റില്ല. അങ്ങനെ വലിയൊരു പട്ടിക, അതൃപ്തരുടെ ഒരു വലിയ പട്ടിക ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതിനെ എങ്ങനെ നേരിടും കോൺഗ്രസ് എന്നതും പ്രധാനമാണല്ലോ റോഷിപാൽ. മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട പട്ടിക പുറത്തിറങ്ങിയത്. 37 നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ശ്രദ്ധേയമാകുന്നത് കണ്ണൂർ മണ്ഡലത്തിൽ K സുധാകരന് സീറ്റ് നൽകിയിട്ടില്ല എന്നാണ്. അവിടെ മുൻ മേയറായ TO മോഹനെയാണ് കോൺഗ്രസ് മത്സരിപ്പിക്കുന്നത്. അതിനൊപ്പം തന്നെ സിറ്റിംഗ് MLA ആയ എൽദോസ് കുന്നപ്പള്ളിക്കും സീറ്റ് നിഷേധിക്കപ്പെട്ടു. പെരുമ്പാവൂരിൽ പകരം മനോജ് മുത്തേടൻ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. അതിൽ വെട്ടിമാറ്റപ്പെട്ടവരിൽ ഏറ്റവും പ്രധാനികളിൽ ഒന്ന് ദീപ്തി മേരി വർഗീസാണ്. കൊച്ചിയിൽ അവിടെ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനായ ഷിയാസിന് സീറ്റ് നൽകി. തിരുവനന്തപുരത്ത് മുൻ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനായ പാലോട് രവിക്ക് സീറ്റ് നൽകിയിട്ടില്ല. അങ്ങനെ പ്രധാനപ്പെട്ട പലരും, ആലപ്പുഴയിലാണെങ്കിൽ മുൻ MLA A ഷുക്കൂർ, ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ ബാബു പ്രസാദ് അടക്കമുള്ള പലർക്കും സീറ്റ് ലഭിച്ചിട്ടില്ല. അങ്ങനെ അസംതൃപ്തരുടെ ഒരു കൂടാരമായി സീറ്റ് പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസ് മാറുന്നു. അതേസമയം യുവാക്കൾക്ക് വലിയ പ്രാധാന്യത നൽകുന്നു. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന് സീറ്റ് നൽകിയിട്ടില്ല. അതേസമയം KSUവിൻ്റെ 2 ജില്ലാധ്യക്ഷന്മാർ, അത് ആലപ്പുഴയിലെയും ഒപ്പം കോഴിക്കോട്ടെയും ജില്ലാധ്യക്ഷന്മാർക്ക് സീറ്റ് നൽകിയിട്ടുണ്ട്. ഏതായാലും തർക്കങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. K സുധാകരൻ പാർട്ടി നേതൃത്വത്തിന് വഴങ്ങി കേരളത്തിലേക്ക് എത്തി. നാളെ ഒരുപക്ഷെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. TO മോഹൻ K സുധാകരനുമായി നേരത്തെ അകൽച്ചയിലുള്ള ഒരു കോൺഗ്രസ് നേതാവ് കൂടിയാണ്. ഏത് തരത്തിലായിരിക്കും കണ്ണൂരിൽ കോൺഗ്രസ് നേതാവായ അസംതൃപ്തനായ K സുധാകരൻ അവിടെ പ്രതികരിക്കുക എന്നാണ് ഉറ്റുനോക്കുന്നത്. ഏതായാലും കോൺഗ്രസിന്റെ മുഴുവൻ സീറ്റുകളും 92 സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ തളിപ്പറമ്പിലും അമ്പലപ്പുഴയിലും പയ്യന്നൂരിലുമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തത്. അവിടെ CPM-ലെ വിമത സ്ഥാനാർത്ഥികൾ G സുധാകരൻ, TK ഗോവിന്ദൻ, ഒപ്പം കുഞ്ഞികൃഷ്ണൻ, ഈ 3 പേരെയും UDF നിരുപാധിക പിന്തുണ നൽകാനാണ് സാധ്യത. പക്ഷേ ഈ 3 ഇടങ്ങളിലും അവിടെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം ഇക്കാര്യത്തിൽ വലിയ ആക്ഷേപവും പരാതിയും ഉയർത്തുന്നുണ്ട്. വിമത സ്ഥാനാർത്ഥികൾ വരുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ രമ്യമായി പരിഹരിച്ചിട്ടാകാം ഒരുപക്ഷെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. ശരി, റോഷിപാൽ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കൊച്ചിയുടെയും ഇടുക്കിയുടെയും ഒക്കെ കാര്യത്തിൽ അവസാനം വരെ തർക്കം നിലനിന്നിരുന്നതാണ്. ഇടുക്കിയിൽ റോയ് കെ പൗലോസിനെ, കൊച്ചിയിൽ അതുപോലെ മുഹമ്മദ് ഷിയാസിനെയൊക്കെ തീരുമാനിച്ചുകൊണ്ടുള്ള പട്ടികയാണ് രണ്ടാം ഘട്ടത്തിൽ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതോടുകൂടി സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസ് പൂർത്തിയാക്കുകയാണ്. വലിയ ആശയക്കുഴപ്പങ്ങളും തർക്കങ്ങളും ഒക്കെ നിലനിന്നിരുന്നെങ്കിലും പട്ടിക പൂർത്തിയാവുന്നു. ഇനി സ്ഥാനാർത്ഥികൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു. അതേസമയം തന്നെ അസംതൃപ്തരുടെ ഒരു വലിയ പട്ടിക, അത് കോൺഗ്രസിനെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കും, അവർ തുടർന്ന് സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകൾ എന്താണ് എന്നതൊക്കെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധേയമായ ചോദ്യങ്ങളാകുന്നു.